ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാണ്. എല്ലാവരെയും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൊച്ചൊന്ന് കിടന്ന് കാണിക്കുവാണ്. ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് നീങ്ങി പോരെ. ഓക്കെ, കിടക്കുക കിടക്കുക, ഒന്ന് കിടക്കുക. കടവിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓണമംഗലത്തിന്റെ പ്രിയങ്കരനായ ജുവൽ മറിയം ബേസിൽ ഇതായി കടവിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടിലെ പ്രമുഖമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോതമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജുവൽ മറിയം ബേസിലിന് രാവിലെ മുതൽ അവരുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി രാവിലെ മുതൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കര നഗരസഭാ കൗൺസിലർ കവിത മത്തായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ മറ്റുള്ള പ്രിയങ്കരനായ മുഴുവൻ ആളുകളും ഇവിടെ. ജുവലിൻ്റെ പരിശീലനം രാവിലെയും വൈകുന്നേരം ഉണ്ടായിരുന്നു. രാവിലെ 2 മണിക്കൂർ, വൈകുന്നേരം ഒരു 1.5 മണിക്കൂറൊക്കെ ആയിരുന്നു പരിശീലനം, ദിവസേനയുള്ള പരിശീലനം. അത് പിന്നെ കൂടി രാവിലെ ഒരു 3 മണിക്കൂർ വരെ തുടർച്ചയായുള്ള പരിശീലനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ കൊച്ചിനെ ദിവസങ്ങളോളം ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് നമ്മുടെ ബിജു, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ നാടിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ വെള്ളപ്പൊക്കവും അതോടൊപ്പം തന്നെ പേമാരിയും ഒക്കെ നടക്കുന്ന ഈ സാഹചര്യം ഇത് ഇങ്ങനെ റെക്കോർഡിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചതല്ല. ചെറുതായിട്ട് നീന്തൽ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ അവിടെ വിട്ടതാണ്. അപ്പൊ നമ്മുടെ മാഷിന്റെ ഒരു കോൺഫിഡൻസ് കൊണ്ട് മാഷ് ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്നപ്പോൾ മാഷ് പറഞ്ഞു, ജുവൽ മറിയം ബേസിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2nd സ്റ്റാൻഡേർഡിൽ വിദ്യാഭ്യാസ സ്കൂളിൽ.